ഹലോ. കഴിഞ്ഞ എൽ.ഡി.എഫ് സർക്കാരിന്റെ വൺ ഓഫ് ദ മേജർ അക്കംപ്ലിഷ്മെന്റ് ആയിരുന്നു ലൈഫ് പദ്ധതി എന്ന് പറയുന്നത്. അതായത് വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള ഫണ്ടിങ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അതിന്റെ ബാക്കിൽ ഒരു മേജർ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതായത് ഈ ഫണ്ടിങ് വഴി, ഈ സ്കീം വഴി വെക്കുന്ന വീടുകൾക്ക് ഒരു തരത്തിലുള്ള ലേബലിംഗ് ആവശ്യമില്ല എന്നുള്ളത്. അതായത് അതിന്റെ ബാക്കിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലേബലിംഗ് വെച്ചിട്ട് അവിടെ താമസിക്കാൻ വരുന്ന മനുഷ്യന്മാരെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ബാക്കിലെ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ കാരണം ചെറിയൊരു പോർഷൻ ഓഫ് ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റിന് വരേണ്ടതുണ്ട്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ പുറത്ത് അവർ പറയുന്ന രീതിയിലുള്ള ഒരു ലേബലിംഗ് വേണം. അതിൽ ചിലപ്പോൾ ഇയാളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ചെയ്യില്ല എന്ന് നമ്മുടെ ഗവൺമെന്റ് ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. അതുകൊണ്ട് വരെ ഫണ്ട് കിട്ടാണ്ടിരുന്നിട്ടുമുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ പുതിയ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്റ്റർ കെ എം ഷാജി പറയുന്നത് അതുപോലത്തെ വാശികളൊന്നുമില്ല, അതുപോലത്തെ അൺഹെൽത്തി ഡിബേറ്റ്സ് സെൻട്രൽ ഗവൺമെന്റുമായിട്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇതിന് 2 ദിവസം മുമ്പ് നമ്മുടെ CM ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് അങ്ങനെ കോൺഫ്ലിക്റ്റിനൊന്നും താല്പര്യമില്ല. പക്ഷെ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് സറണ്ടർ. അതിൽ വലിയ പൊളിറ്റിക്സിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് കൂടാതെ ഇത് ആക്ച്വലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. 2 പൊളിറ്റിക്സ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനുഷ്യന്മാരുടെ അവകാശങ്ങളാണ്. അവകാശങ്ങളാകുമ്പോഴേക്കൽ ഇതിൽ ഡിഗ്നിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഈ വലതുപക്ഷ പൊളിറ്റിക്സിന് ഇതൊക്കെ ഒരു ചാരിറ്റി പരിപാടിയാണ്. ഓക്കെ, ഒരാൾ വരുന്നു, അയാൾക്ക് തോന്നുന്നു ഇവർക്ക് ഒരു വീട് കൊടുക്കാൻ തോന്നുന്നു, എന്ന പൈസ ഉണ്ട്, അപ്പൊ ഇവർക്ക് ഒരു വീട് കൊടുക്കാൻ തോന്നുന്നു. പക്ഷെ അത് കൊടുക്കുമ്പോൾ അപ്പൊ അതൊരു ചാരിറ്റി ആണല്ലോ, അപ്പൊ അതിന് ഒരു പരസ്യം വേണമല്ലോ, അപ്പൊ അങ്ങനെ ലേബൽ ചെയ്യണമല്ലോ. അപ്പൊ ഇത് രണ്ട് പൊളിറ്റിക്സിന്റെ വ്യത്യാസം. വേറെ സംഗതി എന്ന് പറയുന്നത്, ഇപ്പൊ ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് LDF നേതാവാണ് പറയുന്നത് വിചാരിക്കുക. എന്തായിരുന്നു കേരളത്തിലെ ഒരു ആന്റി സംഘ് പൊളിറ്റിക്സിന്റെ ഒരു ഫിറോർ അല്ലെ? എല്ലായിടത്തും അതിഭീകരമായി വികാരം കൊള്ളും എല്ലാവരും. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടോ? ആർക്കും അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ അത് കാണിക്കുന്നത് എന്താ? ജനറലി ഇന്നറലി മലയാളികൾ എന്ന് പറയുന്നത് എന്തോ അതിഭീകര ഒരു ആന്റി റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഉള്ള മനുഷ്യന്മാരൊന്നുമല്ല. മലയാളിന്റെ ആന്റി റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വാസ് ഫോഴ്സ്ഡ് അപ്പോൺ ബൈ അവിടുത്തെ ഇടതുപക്ഷം. അതല്ലാതെ കേരളത്തിൽ 2 ടൈപ്പ് പൊളിറ്റിക്സേ ഉള്ളൂ. അതിലൊന്ന് ഇടതുപക്ഷവും പിന്നെ ഒന്ന് ഇടതുപക്ഷ വിരുദ്ധതയും. ഈ 2 പൊളിറ്റിക്സേ കേരളത്തിലുള്ളൂ. അപ്പൊ ആ ഇടതുപക്ഷ വിരുദ്ധ പക്ഷത്തിൽ അതൊരു മഴവിൽ സഖ്യമാണ്. എപ്പോഴും ആന്റി ലെഫ്റ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിന്റെ അപ്പുറത്ത് അതിന്റെ മുകളിൽ വലിയ പ്രിൻസിപ്പിൾ ഉണ്ടാവുന്നൊന്നുമില്ല. അപ്പൊ അതുപോലത്തെ പൊളിറ്റിക്സ് ഫോഴ്സ് ചെയ്യുന്നിടത്തോളം കാലം അത് ഉണ്ടാവും. അപ്പൊ ഈ ഫോഴ്സ് ചെയ്യുന്നതാണ് ഈ അൺഹെൽത്തി ഡിബേറ്റ്. അപ്പൊ അതില്ലാണ്ടാവുമ്പോൾ എന്തോ ഗ്രാജുവലി അത് ഡിക്ലൈൻ ചെയ്യും. അതില്ലാണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും ഞാൻ ഈ BJP-ക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കുന്നു വേണ്ട. എന്തായാലും ഒരു പോയിന്റിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കേരളം ഭരിക്കും. ചിലപ്പോൾ ബാക്കി എല്ലാ നാടിനേക്കാളും ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.